അയോധ്യ സംഭാവന കൊള്ളയിൽ ലോക്സഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി കോൺഗ്രസ്. മാണിക്യം ടാഗോറാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. കാവേരി വിഷയത്തിൽ രാജ്യസഭയിൽ DMKയും നോട്ടീസ് നൽകിയിട്ടുണ്ട്. ER രാഗേഷ് വിവരങ്ങളുമായി ചേരുകയാണ്. രാഗേഷ്, എന്തായാലും ഗൗരവകരമായിട്ടുള്ള വിഷയങ്ങളാണ് ലോക്സഭയിൽ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് അയോധ്യ വിഷയവും അതുപോലെ തന്നെ ഈ കാവേരി വിഷയവും രണ്ടും ഗൗരവകരമായിട്ടുള്ള വിഷയമാണ്. അപ്പോൾ എന്താണ് ഇന്ന് ലോക്സഭയിൽ നടക്കുന്നത്? ആസ്വാദി, ഏതായാലും പ്രതിപക്ഷ പ്രതിഷേധം തുടരാൻ തന്നെയാണ് സാധ്യത. ഒന്ന്, ഇപ്പോൾ സൂചിപ്പിച്ച പോലെ അയോധ്യ വിഷയത്തിൽ ചർച്ച വേണമെന്ന ആവശ്യം പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. അത് സർക്കാർ അംഗീകരിച്ചിട്ടില്ല. മറ്റൊന്ന്, അമിത്ഷാ പാർലമെന്റിൽ എത്തിയാൽ മാത്രം പോരാ, ലോക്സഭയിൽ എത്തിയാൽ മാത്രം പോരാ, വെടിവെക്കാൻ നിർദ്ദേശം, പെല്ലറ്റ് ഗൺ ഉപയോഗിക്കാൻ നിർദ്ദേശം നൽകിയത് ആര് എന്ന് വ്യക്തമാക്കണമെന്ന് ആവർത്തിച്ച് ആവശ്യപ്പെടുന്നുണ്ട് പ്രതിപക്ഷം. ഇതിലും സർക്കാരിൻ്റെ പ്രതികരണം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇന്നും പ്രതിഷേധം തുടരാൻ തന്നെയാണ് സാധ്യത. കാരണം കഴിഞ്ഞ 17 ദിവസവും നമ്മൾ കണ്ടതാണ്, വലിയ തോതിലുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തിനാണ് പാർലമെന്റ് സാക്ഷ്യം വഹിച്ചത്. ഒരു സമവായത്തിലേക്ക് ഇതുവരെ സർക്കാരും പ്രതിപക്ഷവും എത്തിയിട്ടില്ല. ഏതായാലും നാളെ സഭാ സമ്മേളനം അവസാനിക്കാനിരിക്കുകയാണ്. ഇന്നും സഭയിൽ വലിയ ബഹളം ഉണ്ടാകും തന്നെയാണ് സാധ്യത. ഏതായാലും പല ബില്ലുകളും, പ്രത്യേകിച്ച് വലിയ ബില്ലുകളും തന്നെ പാസ്സാക്കാൻ സർക്കാരിന് ഈ സഭാ സമ്മേളനത്തിൽ സാധിച്ചിട്ടില്ല. കാരണം വലിയ പ്രതീക്ഷയുമായാണ് ഈ സഭാ സമ്മേളനം തുടങ്ങുമ്പോൾ സർക്കാർ എത്തിയത്. കാരണം 2 നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ, ബംഗാളിൽ ആദ്യമായി അധികാരം പിടിച്ചു, അസമിൽ അധികാരം നിലനിർത്തി. മാത്രവുമല്ല, സഭയിലെ അംഗബലം, ലോക്സഭയിൽ 293 ആയിരുന്ന അംഗബലമെങ്കിൽ ഇത്തവണ സഭാ സമ്മേളനം ആരംഭിക്കുമ്പോൾ അത് 319 എന്ന നമ്പറിലേക്ക് എത്തിക്കാൻ സാധിച്ചിരുന്നു. ശിവസേനയുടെ 6 പേർ, തൃണമൂൽ കോൺഗ്രസ് വിട്ട 20 പേരുടെയൊക്കെ തന്നെ പിന്തുണ NDA ഉറപ്പാക്കുകയും ചെയ്തിരുന്നു. പക്ഷേ വലിയ പ്രതിഷേധം, ഡൽഹിയിലെ വിദ്യാർത്ഥി സമരത്തിന് നേരെയുള്ള പോലീസ് നടപടിയോടുകൂടി അതെല്ലാം മാറുന്നതാണ് കണ്ടത്. അങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ സഭ പ്രക്ഷുബ്ധമായിരുന്നു. അതുകൊണ്ട് തന്നെ മണ്ഡല പുനർനിർണ്ണയം അടക്കമുള്ള ബില്ലുകൾ ഇതുവരെ കൊണ്ടുവരാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, ഇപ്പോൾ ഏതായാലും ഇന്ന് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ബില്ലുകളിലൊന്ന് കേരളത്തിൻ്റെ പേര് കേരളം എന്നാക്കുന്ന ബില്ലാണ്. കഴിഞ്ഞ ദിവസം അത് ലോക്സഭ പാസ്സാക്കിയിരുന്നു. രാജ്യസഭ കൂടി ഇന്ന് അത് പാസ്സാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഒപ്പം തന്നെ കോർപ്പറേഷൻ ബില്ലും രാജ്യസഭയിൽ വരുന്നുണ്ട്. ഇങ്ങനെ 2 ബില്ലുകളാണ് രാജ്യസഭയിൽ പ്രധാനമായും ചർച്ചയ്ക്ക് വരുന്നതെങ്കിൽ ഖനന നിയന്ത്രണ ഭേദഗതി ബില്ലാണ് ഇന്ന് ലോക്സഭ പരിഗണിക്കാനും പാസ്സാക്കാനും പോകുന്നത്. മറിച്ച് വലിയ പ്രധാനപ്പെട്ട ബില്ലുകളൊന്നും തന്നെ സർക്കാർ കൊണ്ടുവരുന്നില്ല. നേരത്തെ FCR ബില്ല് ഇന്ന് പരിഗണിക്കുമെന്നാണ് നേരത്തെ സർക്കാർ വ്യക്തമാക്കിയിരുന്നെങ്കിൽ ഇപ്പോൾ ഇന്നത്തെ അജണ്ടയിൽ അത് ഉൾപ്പെടുത്തിയിട്ടില്ല. ഒരുപക്ഷെ ഇന്ന് JPCക്ക് വിടാനുള്ള തീരുമാനം അറിയിക്കും. അങ്ങനെയെങ്കിൽ അത് JPCക്ക് വിട്ടുകൊണ്ടുള്ള തീരുമാനം ഒരുപക്ഷെ ഇന്ന് സഭയിൽ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഏതായാലും പ്രതിപക്ഷവുമായി ഇതുവരെ സമവായത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്നും പ്രതിഷേധം തുടരാൻ തന്നെയാണ് സാധ്യത. സ്വാതി. ശരി രാകേഷ്, അത് തന്നെയാണ് ഇന്നും സഭ പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യതയാണ് ഉള്ളത് എന്നുള്ളതാണ്. ആ വിവരങ്ങളാണ് ER രാഗേഷ് നൽകിയത്.